ഉത്തരേന്ത്യൻ മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് നാം വിമർശനം ഉന്നയിച്ചിരുന്നു. കേരളം മികച്ചതായി നാം വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മോശം ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് കേരളവും പോകുകയാണ്. അതിന് കാരണം ചില മുതലാളിമാരാണ്. ചില മുതലാളിമാർ മാധ്യമങ്ങളെ വിലക്കെടുത്ത ശേഷം നാം കാണുന്നത് ഭീഷണിയുടെ സ്വരം മാത്രമല്ലേ? തീർച്ചയായും അത് പറയാം. നമ്മുടെ മാധ്യമ സംസ്കാരം ഒരു കാലത്ത് എവിടെ നിന്നവരാണ് അല്ലേ? ആ ഒരു മാധ്യമ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും മോശം. ഇന്നിപ്പോൾ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ പോലും കൊച്ചു പിള്ളേർ വരെ കളിയാക്കി. അതായത് ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജനങ്ങൾ നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ട്രൂത്ത്, വായിൽ നിന്ന് സത്യം മാത്രം സംസാരിക്കുന്ന ഒരു നിലയിൽ ഇന്ന് അസത്യം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, സ്വന്തം താല്പര്യത്തിലേക്ക് പോയപ്പോഴല്ലേ പ്രശ്നം വന്നത്? തീർച്ചയായും അവിടെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് മാധ്യമ സംസ്കാരത്തിൽ ഏറ്റവും മലിനമായിട്ടുള്ള എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ. എടുത്തു പറയേണ്ടി വരും അല്ലേ? പക്ഷേ അതിനോടൊപ്പം നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. ഈ റിപ്പോർട്ടർ എങ്ങനെ വളർന്നു? നമ്മൾ മലയാളി പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും മണ്ടന്മാരായിട്ടുള്ളൊരു ജനത പറയില്ല. മലയാളീനെ ഏറ്റവും ഈസിയാണ് പറ്റിക്കാൻ. ആട്, തേക്ക്, മാഞ്ചിയം തൊട്ട് നമ്മൾ ഏത് നോക്കിക്കഴിഞ്ഞാലും ഇത് നമ്മുടെ കൺമുന്നിൽ വിസിബിളായിട്ട് എത്രയോ ഈ 3 ബ്രദേഴ്സ്, അഗസ്റ്റിൻ ബ്രദേഴ്സിനെ പോലീസ് പൊക്കിക്കൊണ്ട് പോവാണ്. തട്ടിപ്പ് നമുക്കറിയാം, മാംഗോ ഫോൺ, പിന്നെ ഒരു ട്രക്ക് തട്ടിപ്പുണ്ട്, മരമുറി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചാനൽ, നികേഷിൻ്റെ ചാനൽ വിലയ്ക്ക് വാങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ ഏറ്റവും ഫൂഡ്സാക്കാൻ വേണ്ടിയിട്ട് 5 പേരെ കോട്ടിട്ട് നിർത്തിയിട്ടുണ്ട് അല്ലേ? അതിൽ തന്നെ 3 പേരെ പ്രമുഖരാക്കി 3 പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതാക്കി നിർത്തിയിട്ടുണ്ട്. സുജയ പാർവതി സ്റ്റാൻഡ്സ് ഫോർ BJP, അരുൺ സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ ഇടതെത്ത്, സ്മൃതി. ആക്ച്വലി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിയുടെ, എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മുതലാളി അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ജേർണലിസം, അല്ലെങ്കിൽ ആ ഒരു അവിടെ ഇട്ടിരിക്കുന്ന അവർ പഠിച്ചിരുന്ന ആ ഒരു കോഴ്സിനോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒന്നാമത് ആ കാട്ടുകള്ളമാരുടെ ചാനലിൽ ജോലിക്ക് പോകില്ലായിരുന്നു. ഇത്രയും നല്ല, ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാധ്യമ പ്രവർത്തകരായിരുന്നു ഇവരെല്ലാവരും അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഒരു സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി ഫുള്ള് ഗിമിക്സ്, ഡ്രാമയാണ് അതിൻ്റെ അത് നടക്കുന്നത് ഫുള്ള്. അല്ല, അതാണ് മുതലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത് മാത്രമായി എക്സാക്ട്ലി, മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു ബക്കറ്റും കൊടുത്ത് മുതലാളി കോട്ടിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. വെളുത്തേടന്മാരുടെ പണിയാണ്. 501 ബാർ സോപ്പും കൊടുത്ത് കുറേ മുതലാളിയുടെ അടിവസ്ത്രങ്ങൾ, അതായത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. കോട്ടിട്ടിട്ടുണ്ടെന്നല്ല അപ്പുറം വേറൊന്നുമില്ല, ഇത് തന്നെ പണിയാണ്. മുട്ടയൊക്കെ ഇരുന്നിട്ട് നമുക്ക് അരുൺ ഇരുന്നിട്ട് ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കും. പുള്ളിയുടെ മറ്റൊരു ചാനലായിരുന്ന സമയത്ത് ഈ മൂട്ടിൽ ഇത് ഓർമ്മയുണ്ടാവും, പോയി ചെന്ന് നിന്നിട്ട് ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു ലോറിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവരെ കാണുമ്പോൾ ആൾക്കാർക്ക് തനി കോമാളി അല്ലേ? പിന്നെ മലയാളികളെ തുടക്കം സൂചിപ്പിച്ചതുകൊണ്ടാണ് പല ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും കഥകളും ഉണ്ട്. എന്നിട്ട് എന്താ ബസ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മലയാളികൾ അങ്ങ് വിശ്വസിക്കുകയാണ്. ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഴിമതി കഥകൾ വരികയാണ്. അവിടെ മരം മുറിച്ചതും അവിടുത്തെ പെയിന്റ് അടിച്ചതും ഉൾപ്പെടെ വലിയ അഴിമതി കഥകളല്ലേ. വേദനിക്കുന്ന കോടീശ്വരൻ അല്ലേ പുള്ളിക്കാരൻ. നല്ല കുറെ എന്റെ കാശ്, എന്ത് കാശ്? ജനങ്ങളെ പറ്റിച്ച കാശ്. അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ത് കാശാണ്? വയനാട് ഇതുണ്ടാക്കി ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ, ബോച്ചയുടെ കാര്യം നോക്കണം. നമ്മൾ അന്നത്തെ ഫുട്ബോൾ ഇതിഹാസത്തിനെ കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ എന്ത് പറയുന്നത്? അപ്പൊ ആ ഒരു ഭാഗത്ത് ഫോളോ അപ്പ് ചെയ്തതാണ്. ഈ ചരിത്രം നോക്കുമ്പോൾ അത്തരം വെട്ടിപ്പുകളും പറ്റിപ്പുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അത് വിശ്വസിക്കുകയാണ്. മെസ്സി വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചു, അതോടൊപ്പം തന്നെ ടൗൺഷിപ്പ് വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. പക്ഷെ പുറകിലോട്ട് പോകുമ്പോൾ അവിടെ ഈ പറ്റിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്രീജിത്തെ, അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം അഗസ്റ്റിൻ ബ്രദേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും അറിയാം. നമ്മൾ പറ്റിക്കാം. മല്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മണ്ടന്മാരായിട്ടുള്ള ഒരു ജനത വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ സീരീസ് ഓഫ് ഇതെടുത്തു കഴിഞ്ഞാൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണല്ലേ? അതാ ഞാൻ പറഞ്ഞ ആട്, തേക്ക്, മാഞ്ചിയം, പിന്നെ നമ്മൾ പറയുമല്ലോ റൈസ് പുള്ളർ, പിന്നെ നമ്മുടെ ലവണതൈലം തൊട്ട് അങ്ങനത്തെ ഒരു സൈഡ്, പിന്നെ വെളുത്തിട്ട് പാറുന്ന കുറേ പേര് കാസർഗോഡ് ആ സൈഡിലുള്ളവർ കുറേ പറ്റിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മോൺസൺ, ആലോചിച്ച് നോക്കണം, നമ്മുടെ അന്ന് പോലീസ് തലപ്പത്ത് നിന്നവരാണ് കാവൽ നിന്നത്. മോശയുടെ അംശം കോയിൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു മൃദംഗാവിഷന്റെ ഒരു ദിവ്യ ഉണ്ണി കുറെ സാരി കൊടുത്തിട്ട് കുറച്ച് പറ്റും ഫ്രണ്ടിൽ നിന്ന് കുറേ പേര് കളിച്ചിട്ട് പോയി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ലിഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തീരത്തില്ല അല്ലേ? ലിഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിമൂങ്ങ അങ്ങനത്തെ കുറേ സൈഡ്. അപ്പോൾ ഇത് ഒരു സൈഡിൽ കൂടെ നമ്മുടെ കപ്പലിൻ്റെ കണ്ണൻ്റെ ഒരു അപഹരണ ബാങ്ക് കഥകൾ വേറൊരു സൈഡിൽ കൂടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുവാണ്. പറ്റിക്കപ്പെട്ടിട്ട് വീണ്ടും കുറച്ച് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വേണമെങ്കിലും വീണ്ടും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. ശബരിയുടെ മറ്റേ ടോട്ടൽ ഫോർ തട്ടിപ്പ് പോലെ ഇനി പിന്നെ ഒരു ഹൈറിച്ച് മുതലാളി ഉണ്ടായിരുന്നു, വീണ്ടും ചെന്ന് തല കൊണ്ട് ഇട്ട് കൊടുത്തു. തല കൊണ്ട് ഇടും പ്രബുദ്ധത എന്ന് പറയും മോങ്ങും. ഇത് സ്ഥിരമാണ്. ലാസ്റ്റ് കേസാണ് ഇപ്പം മെസ്സി. അതും പറഞ്ഞതാരാണെന്ന് ആലോചിച്ച് നോക്കണം.
ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും കേസുകൾ മുന്നിലുണ്ടായിരുന്നിട്ട് അവരത് പറഞ്ഞ ഉടനെ അത് വിശ്വസിച്ചിട്ട് അതും പോയിട്ട് അദ്ദേഹം പറയുകയാണ് മെസ്സി വന്നില്ലെങ്കിൽ നഷ്ടം മെസ്സിക്ക് മാത്രമാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് ഇന്നിട്ട് കേട്ടിട്ട് ഇനി ഇതിപ്പോ കുറെ ബാക്കിയുള്ള, ഞാൻ ഇന്നലെ ആലോചിച്ചു കേട്ടോ, ബാക്കിയുള്ള ഒരുവിധം മീഡിയാസ് എല്ലാം, കാരണം എല്ലാ മീഡിയാസിനും ഇത് ഭയങ്കര പ്രശ്നമായി. ബിക്കോസ് ഓഫ്കോഴ്സ് ഒരു ചാനൽ അല്ലെങ്കിൽ ഇത്രയും ജേർണലിസ്റ്റ് നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് വരുമ്പം ഇറ്റ് അഫക്ട്സ് ഹോൾ കമ്മ്യൂണിറ്റി. അവിടെ ജേർണലിസത്തിന്റെ ഒരു ഇത് തന്നെ ഇതായി മാറി. അപ്പം ബാക്കി ചാനലുകാരൊക്കെ ഇതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയാണ്, ഈ പറ്റിപ്പിനെ കുറിച്ചൊക്കെ. കൈരളി, കാരണം ഇവരെ സഹോദര സ്ഥാപനമാണല്ലോ, കൈരളി വെച്ച് നോക്കി, അവിടെ ലക്ഷ്മി നായരുടെ പാചകമാണ്, ചിക്കൻ അവിടെ മസാല പുരട്ടിക്കൊണ്ടിരിക്കുവാണ് 2-3 ദിവസം റിപ്പീറ്റഡ്ലി. അപ്പോൾ അത് സ്വാഭാവികം, നമുക്കറിയാൻ പറ്റും, കാരണം സഹോദര സ്ഥാപനത്തിലുള്ള രണ്ടുപേര് തമ്മിൽ. പിന്നെ 10 വർഷമായിട്ട് അറിയാം, നമ്മുടെ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് നോക്കുമ്പോൾ കേരളത്തിലെ മുതലാളി, അതായത് നമ്മുടെ ക്യാപ്റ്റൻ തമ്പുരാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞില്ലേ സ്വർണ്ണപ്പാളി വിവാദം, ശബരിമല മൊത്തത്തിൽ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ മുതലാളി വലിച്ചു, നമ്മൾ കുറെ പേര് ഇങ്ങനെ മണ്ടരായിക്കൊണ്ടിരിക്കുവാണ്. അതിൽ ഞാനിപ്പോഴും ആലോചിച്ച് നോക്കും, അല്ല അത് ഈ സർക്കാരിന്റെ പിന്തുണയും കൂടെ തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ നിർലോഭം. ഞാൻ ഇപ്പോഴും നോക്കി, ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അന്തംകമ്മി, ഭയങ്കര അന്തംകമ്മി പ്രൊഫൈൽസ്. ഹേയ്, റിപ്പോർട്ടറിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ റിപ്പോർട്ടറിനെ കുറിച്ച് കളിയാക്കി എഴുതി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇതുമായിട്ട് ബാലൻസ് ചെയ്യിപ്പിക്കും. രാജീവ് ചന്ദ്രശേഖരനെ ഏഷ്യാനെറ്റ് പറഞ്ഞ് എനിക്കൊന്നുമില്ല, എനിക്കെന്താ പ്രശ്നം. പക്ഷെ നമ്മൾ ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ സംസ്കാരത്തിലെ ഏറ്റവും നമ്മൾ പറയില്ല അമേദ്യമാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇനി നേരെ താഴേക്കാണ്. അപ്പോൾ ഈ മലയാളികളെ വീണ്ടും ഇത്രയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനൽ വേറെ അല്ലേ. എന്ത് വിഷയത്തിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വാഴയുടെ നമ്പൂതിരിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു സാമ്പാറിൽ മുരിങ്ങക്കോലും മറ്റേ അജ്മണിയും കൊണ്ടുവന്ന പുള്ളിക്കാരൻ. അതൊരു കുത്തിത്തിരിപ്പ്. അപ്പം ഞാൻ ആലോചിക്കും, ഇവർ ചാനൽ ചർച്ച തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് സുജയപാർവതി ഇരുന്നിട്ട് BJPനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചു. ഉടനെ സുജയപാർവതി ഫാൻസ് അവിടെ വന്നിട്ട് അതിൻ്റെ ബൈറ്റ് എടുത്തിട്ട് ആഘോഷമാണ്. മുട്ടയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ അരുണിനെ കൊടുത്തു, അരുൺ അപ്പുറത്ത്, സ്മൃതി പരുത്തിക്കാട് അടുത്ത രക്തസാക്ഷി. ഇങ്ങനെ ഇവർ 3 പേരും ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇവർ 3 പേരും എന്തുവാണ്, ഇവർക്കെല്ലാം ഒന്നിനും ഒരു പൊളിറ്റിക്സ് ഇല്ല. മുതലാളിയെ വെളുപ്പിക്കുക എന്നൊപ്പം ഇന്ന് വരെ അവർക്ക് കുറച്ചെങ്കിലും ഒരു മാധ്യമ ഇതിനോട് അവർക്ക് ഇതുണ്ടാകും, അല്പമെങ്കിലും കൂറുണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ ഈ ഒരു ചാനലിൽ പോയിട്ട് അവർ ജോലി ചെയ്യില്ല. അവരൊക്കെ എടുക്കാൻ എത്ര വേറെ ഏത് ചാനലിൽ പോയാലും ജോലി കിട്ടുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം വാടി എറിയുന്ന മുതലാളിയുടെ വാടി എറിയുന്ന നോട്ട് കെട്ടുകൾക്ക് മുന്നിൽ ആ മാധ്യമ സംസ്കാരത്തെ കൊണ്ടങ്ങ് സത്യം പറഞ്ഞാൽ ഈ വിലക്കെടുക്കാൻ മാധ്യമങ്ങളെ മാത്രമല്ല, മാധ്യമ പ്രവർത്തകരെയുമല്ലോ, ഭരണകൂടത്തിൽ തന്നെ ഒരു മൊത്തത്തിൽ സിസ്റ്റത്തെ മലമുറി കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. വലിയ തട്ടിപ്പും വെട്ടിപ്പും നടന്നു. സാധാരണക്കാരെ ആദിവാസികളുടെ ഈ വീടുകളിലെത്തി പണം നൽകി, കുറഞ്ഞ പണം നൽകി അവരെ പറ്റിച്ച്, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറ്റിച്ച് ഈ മരങ്ങൾ മുറിച്ചു. പക്ഷെ അന്വേഷണം എവിടെ എത്തി? ഞാൻ ഞെട്ടിപ്പോണൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുക അല്ലേ. ശരിക്കും ഇവർക്ക് എത്ര ഒരു കാശുള്ളവൻ എന്ത് കോടികൾ വെച്ചിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ജനതയുടെ മുന്നിൽ വീണ്ടും അയാൾ എന്തായാലും ചാനലുകളുടെ മുന്നിൽ എല്ലാ മീഡിയാസിന്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ കാശ് കോടികൾ ഞാൻ നഷ്ടപ്പെടുന്നു, മറ്റാണ് കാശ് എൻ്റെ പോയത്. എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അയാൾ എന്ത് കാശാണ്? അഗസ്റ്റിൻ ലക്ഷം പോകുന്നെങ്കിൽ പോകട്ടെ. ഈ മരമുറി ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് മുഴുവൻ തട്ടിച്ച് കൊണ്ടുപോയത്, മാംഗോ ഫോൺ, എത്ര കോടികളാണ് ജനങ്ങളെ പറ്റിച്ചേക്കണേ. അതിൻ്റെ കേസോ? എന്നിട്ട് ഏറ്റവും സങ്കടം, ആ ഒരു ചാനലിൽ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ഇവർ മാത്രമാണ്, ആ ഒരു ചാനൽ മാത്രമാണ് എന്താ പറയുക, നേരിൻ്റെ പക്ഷം നിൽക്കണം എന്നുള്ള രീതിയിലുള്ള മുതലാളി. എപ്പോഴും ഞാൻ ആലോചിക്കും കേട്ടോ, മനോരമയ്ക്ക് ഒരു കുറ്റപത്രമുണ്ട്. ഓരോ ചാനലിന് ശരിക്കും പറഞ്ഞാൽ ക്രൈം ന്യൂസ്, ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാനാണെങ്കിൽ പോക്സോ ആ സ്വന്തം ചാനലിൽ തന്നെ ആ കേസുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റും. തട്ടിപ്പ് വെട്ടിപ്പ് കൊലപാതകം ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ, ബാക്കി എല്ലാം. അപ്പോൾ അവർക്ക് അവരുടെ തന്നെ 5 പേരെ ഇരുത്തിയേക്കണം, അവർക്ക് അവരുടെ തന്നെ വിചാരണ ചെയ്യാനേ സമയമുള്ളൂ. ബാക്കി ഇന്ന് വരെ കണ്ടിട്ടുണ്ട്, ബാക്കി എല്ലാ ചാനലിലും 10:30 മണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. മനോരമയ്ക്ക് ഒരു കുറ്റപത്രമുണ്ട്, ക്രൈം. ഏഷ്യാനെറ്റിനുണ്ട്. ഇനി ഏഷ്യാനെറ്റിനാണ് സറ്ററിക്കലായിട്ടുള്ള മറ്റേ നിഷാദിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇവർക്ക് അതുകൊണ്ടൊന്നും ആവശ്യമില്ല. ബിക്കോസ് ജനങ്ങളുടെ മുന്നിൽ പറയുവാണ്, സ്വന്തം ചാനലിൽ കൂടെ സ്വന്തം ക്രൈംസ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ പറയണത്. ഇവരെനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്, കുറച്ച് 5 വെളുത്തടന്മാരെ കോട്ടും സൂട്ടും കൊടുത്തിട്ട് ബക്കറ്റിൽ വെള്ളവും സോപ്പ്, ഇത് തന്നെ പരിപാടിയാണ്. എന്നിട്ട് ഇവർക്കൊക്കെ പേരാണെങ്കിലോ മീഡിയ പേഴ്സൺസ്. അതാണ് ഈ
ഇവർക്കെതിരെ ആര് സംസാരിക്കുമ്പോൾ അവരെ ലക്ഷ്യമിടും അല്ലെ. കുറച്ചു നാൾ മുമ്പ് കോൺഗ്രസ് പാർട്ടിയായിരുന്നു, ഇപ്പോൾ BJP-യുടെ പുറകെയാണ്. അല്ല, ഇത് മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് പേടിയാണ് കേട്ടോ. ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ ഗർഭമാണ്, അവിഹിതം, ആദ്യം ഒരു അവിഹിതം വരും. ഇപ്പൊ നമുക്കറിയാം മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ ആ ഒരു ഗർഭത്തെ കഥ ഇത്രയും കത്തിച്ച് നിർത്താൻ എത്ര ദിവസങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ മിക്കവാറും മെസ്സിയുടെ മുത്തശ്ശിയുടെ കഥ തൊട്ട് അവിഹിതം മുഴുവൻ ടേബിളിൽ വരും. അപ്പൊ ഇതാണ് ആൾക്കാർക്ക് വേൽ ചൂണ്ടാനും പേടിയാണ്. അവർക്ക് നടക്കുന്ന രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് പഴയ എത്ര വർഷം മുമ്പുള്ള കേസാണ് ഇപ്പോൾ അത് എടുത്തോണ്ട് ഇപ്പൊ BJP. പക്ഷെ ആവശ്യമാണ് കേട്ടോ. ഞാൻ ആലോചിക്കും BJP-യുടെ ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും. ഇവിടെ റിപ്പോർട്ടറിന് വേണ്ടിയിട്ട് സുജയ പാർവതി കോട്ടയത്തിൽ നിന്നപ്പോ പുള്ളിക്കാരത്തിന്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും പറയുവാണ് സുജയ പാർവതി ഫാൻസ് ഉണ്ടായിരുന്നു. എന്ത് പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കണില്ല. സുജയ പാർവതി ആയിക്കോട്ടെ മുന്നിൽ നിർത്തി ഇവിടെ സമൂഹത്തിനെ 3 തട്ടുകളാക്കി മാറ്റി ഏറ്റവും അങ്ങേയറ്റം ഈ ഒരു ചാനൽ ഇത്രയും ചെയ്യാൻ തുടങ്ങിയ ശേഷമാണെന്ന് തോന്നി സമൂഹം തന്നെ ഇത്രയും കുത്തിത്തിരിപ്പ് ഇത്രയും ഇങ്ങനൊന്നും വേറെ ഒരു ചാനലിനും ഇല്ലായിരുന്നു. പണ്ടെങ്ങാണ്ട് ഒരു ഹണി കേസ് ഒരു ചാനൽ തുടങ്ങിയിട്ട് റിസൾട്ടിന് ഓർമ്മയുണ്ടോ? സെക്കൻഡ് ഡേ പൂട്ടിയല്ലോ, മംഗളാന്ന് തോന്നുന്നുണ്ടല്ലേ, ഒരു പൂച്ചയും ഇതുമായിട്ട്. അപ്പോൾ അന്ന് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും പറയുന്നുണ്ട്, മാധ്യമ സംസ്കാരത്തിൽ അല്ലെങ്കിൽ മാധ്യമ ഇതിൻ്റെ ഏറ്റവും അമേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടറാണ്. ആ ചാനൽ സത്യം അത് ബോയ്ക്കോട്ട് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞു. ബോധമുള്ള മലയാളികൾ അന്തംഗമ്മികളെ വിടൂ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ബോധമില്ല, ഒന്നുമില്ല, വെളിവില്ല. ആ ഒരു സമൂഹമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ. കാരണം രാജാവ് കട്ടുകൊണ്ടിരിക്കണം, എല്ലാവരും അതിന് ചെയ്യി വിളിക്കണ ഒരു സമൂഹം. ബാക്കി ബോധവും വെളിവും ഉള്ളവരെല്ലാവരും ഇത് ബോയ്ക്കോട്ട് ചെയ്ത് തന്നെ പോകണം. കാണാൻ ആളില്ല എന്ന് കാണുമ്പോൾ അടുത്ത് ആരും ഇല്ലാണ്ടാവും. അത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. എല്ലാ വിഭാഗവും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം അല്ലേ, തുടക്കം എവിടെ നിന്നായിരിക്കും? റിപ്പോർട്ടർ എന്നാണ്. ഭയമാണ് സത്യം പറഞ്ഞാൽ. ഒന്നുകിൽ ഒരു അവിഹിതം കൊണ്ടുവരും. ഇനി മെസ്സിയുടെ അവിഹിതം കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. നമുക്ക് കാണാൻ ചാൻസ്. ഈ മെസ്സിനെ വെല്ലുവിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര. ഇത് മെസ്സി വല്ല അറിയുന്നുണ്ടോ? ഭയങ്കരമാണ് കേട്ടോ സത്യം. എല്ലാവരും ആ ഒരു ചാനലിനെ കാണാതിരിക്കുക, അതാണ് നമ്മൾ അങ്ങനെയല്ല പറയണ്ടേ, കാണാതിരിക്കുക. ആരും കാണാനില്ലെന്ന് പറയുമ്പോൾ പിന്നെ അലക്ക് പടിയിൽ നിർത്തും, ബക്കറ്റും സോപ്പും തിരിച്ചേൽപ്പിച്ചിട്ട് മറ്റേ അവർ വേറെ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് പോവുകയും ചെയ്യും. അതാ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.